ഏതൊരു വസ്തുവിന്റെയും മൂല്യം അറിയണമെങ്കിൽ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരുടെ മുന്നിലെത്തണം, അല്ലേ? അതെ. അപ്പൊ ഏവർക്കും വൃന്ദാവനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ സ്നേഹാശ്രീ. നമുക്ക് ആയില്യം നക്ഷത്രക്കാരുടെ 2024 വ്യാഴമാറ്റ ഫലത്തിന്റെ ഗുണമോ ദോഷമോ എന്ന് നോക്കാം, അല്ലേ? പൊതുവില് ധനനേട്ടം, മനസ്സുഖം, സാമ്പത്തിക സാമൂഹിക രംഗങ്ങളിലൊക്കെ വിജയം, ആത്മാഭിമാനം വർദ്ധിക്കുക, തൊഴിലുന്നതി ഉണ്ടാവുക, വിദേശവാസം, അതുപോലെ തന്നെ അന്യദേശ ഗമനം ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പൊതുവിൽ ആയില്യം നക്ഷത്രക്കാർക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഓരോ ഉവാവുകളൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും പൊതുവിൽ വളരെ നല്ല സമയമാണ് കടന്നു വരുന്നത്. ഒരുപാട് വിഷമങ്ങളും ദുരിതങ്ങളും മനക്ലേശങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും വിവാഹ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനവും, അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഒരു പുരോഗതിയും, അതുപോലെ മനക്ലേശമൊക്കെ മാറി നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കാനുള്ള യോഗങ്ങൾ കാണുന്നുണ്ട്. പിന്നെ പറയുമ്പോൾ എപ്പോഴും നമ്മുടെ അധ്വാനത്തിന് തക്ക പ്രതിഫലം കിട്ടുക എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യന്റെ ലൈഫിലെ ഏറ്റവും സക്സസ് ആയ കാര്യം. അത് ഈ ഒരു കാലഘട്ടത്തില് നമ്മളുടെ അധ്വാനത്തിന് തക്ക പ്രതിഫലം നമ്മുടെ കൈകളിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാനസികമായിട്ട് എപ്പോഴും സന്തോഷം അനുഭവിക്കാനും, അതുപോലെ തന്നെ മനസ്സിൽ തിങ്ങി നിന്ന പ്രയാസങ്ങൾക്കെല്ലാം ഒരു ശമനം വരുവാനുമുള്ള ഒരു സാധ്യത ഈ വർഷം കടന്നു വരുന്നുണ്ട്. സുഹൃത്തുക്കളിലൂടെയൊക്കെ ജീവിത വിജയവും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്ന വ്യസനം, അതായത് ഒരു സങ്കടം, മനസ്സിനെ നമുക്ക് പിടിച്ചുലയ്ക്കുന്ന രീതിയിലുള്ള സങ്കടം, അല്ലെങ്കിൽ അസ്വസ്ഥത, രോഗം എന്നിവയൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അവയൊക്കെ ഒരു കരുതല് വേണം. അപ്പൊ ഒരു ചെറിയ അസുഖമൊക്കെ വരുമ്പോൾ നമ്മൾ നല്ല കെയറിങ്ങോട് കൂടി അതിന് മരുന്നൊക്കെ വാങ്ങി ഡോക്ടറെ കണ്ട് കൃത്യമായ രീതിയിൽ ആ ഗുളികകൾ കഴിക്കാനും കൂടെ ശ്രമിക്കണം, കേട്ടോ. വിശാല മനസ്കതയൊക്കെ ഉണ്ട്. അത് പൊതുവിലായിരുന്ന ആൾക്കാരെ ഭയങ്കര ഉദാര മനസ്കരും വിശാല മനസ്കരും ഒക്കെ ആയിരിക്കും. മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നതിനൊന്നും ഒരു മടിയില്ലാത്തവരായിരിക്കും. പക്ഷെ ഇവരുടെ സത്യസന്ധതയും നീതിബോധവും ഒന്നും ആരും അത്ര പെട്ടെന്ന് ചെവിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ ഉറ്റവര് പോലും ശത്രുക്കളാവാനുള്ള സാധ്യതയുള്ളൊരു നക്ഷത്രം കൂടിയാണ് ആയില്യം. കാരണം ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഒരുപാട് കണ്ണീര് കുടിക്കേണ്ട വരുന്ന ഒരു നക്ഷത്രം കൂടിയാണ് ആയില്യം. വരുമാനമൊക്കെ വർദ്ധിക്കാം, അതിനുള്ള സ്രോതസ്സുകൾ വർദ്ധിക്കാം, ഒന്നിലധികം മാർഗത്തിലൂടെ വരുമാനം വർദ്ധിക്കുവാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതുപോലെ തന്നെ രഹസ്യമായ പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിലൊക്കെ ചെന്ന് ചാടുവാനും അത് ചിലപ്പോൾ ഗുണമാവാം ദോഷമാവാം, എന്നാലും അതിനൊക്കെയുള്ള ഒരു യോഗമുണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ കടത്തി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടാനും അല്ലെങ്കിൽ ഇടപെട്ട് പണി മേടിക്കാനൊക്കെയുള്ള ഒരു സാധ്യത കൂടി ഈ വർഷം നമുക്ക് പറയാൻ പറ്റും. അതുപോലെ കുടുംബകാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നത, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യക്കുറവ്, അതുപോലെ തന്നെ അസ്വസ്ഥത, വൈരാഗ്യ ബുദ്ധി, ഭിന്നിപ്പ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും ഈ വർഷം നമുക്ക് പറയേണ്ടി വരും. അതുപോലെ തന്നെ ഭക്ഷണത്തിനൊക്കെ നമുക്കൊരു അരുചി ഉണ്ടാവും, ശത്രു ഭയം ഉണ്ടാവും, പൊതുവിൽ പെട്ടെന്ന് നമുക്ക് കലഹ മനസ്ഥിതിയൊക്കെ കൂടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ കൃത്യനിഷ്ഠ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓരോ രോഗങ്ങളൊക്കെ വലിച്ചു വെക്കുവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കൃത്യമായ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുക, കൃത്യമായ സമയത്ത് നമ്മൾ ഉറങ്ങുക, ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ ഏകദേശം പകുതി ഭാഗം ക്ലിയർ ആവും, അല്ലെ? കാരണം ഉറക്കം എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു അനുഗ്രഹമാണ്. ഒരുപാട് ആളുകാർക്ക് ഇന്നത്തെ ജോലി തിരക്ക് കാരണം ഉറങ്ങാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വ്യസനകരമായ അവസ്ഥ, അല്ലെ? കാരണം രാത്രിയെന്നില്ല പകലെന്നില്ല, രാവിലെ പോയാൽ ഓഫീസിൽ പോകണം, ഓഫീസിൽ നിന്ന് വന്നിട്ട് ഹോംവർക്ക് ഉണ്ടാവും, അതായത് ഒരുപാട് വർക്ക് ഉണ്ടാവും ചെയ്യാനായിട്ട്. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഏകദേശം നേരം പുലർന്നിട്ടുണ്ടാവും. ഇതൊക്കെയാണ് ഇന്നത്തെ മനുഷ്യന്റെ ദൈനംദിന റൊട്ടീൻ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉറക്കം, ഭക്ഷണം, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ച്, എക്സസൈസ് ഒക്കെ ഒന്ന് ക്രമീകരിച്ച് നമ്മുടെ സാധനാക്രമങ്ങളൊക്കെ ഒന്ന് നിഷ്ഠയിലാക്കി കഴിഞ്ഞാൽ ഈ വർഷം ജീവിതത്തിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. പെട്ടെന്നുള്ള ഒരു മനക്ലേശം അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഒരു അകൽച്ചയൊക്കെ നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തൊഴിലിനകത്തൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവാനും, തൊഴിൽ നമുക്ക് പൈസ, ധനം, ക്രയവിക്രയം അല്ലെങ്കിൽ ധനം നമ്മുടെ കയ്യിലേക്ക് കിട്ടാനൊക്കെ ഒരു തടസ്സം വരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. കാരണം ആർക്കെങ്കിലും ഒക്കെ കടം കൊടുത്തു പോയാൽ അത് തിരികെ കിട്ടാനുള്ള കാര്യത്തിൽ നന്നായിട്ട് ഉഷ്ണിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്.
അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് ആലോചിച്ച് കൃത്യമായിട്ട് ചെയ്യുക. അപ്പൊ ഇത്രയും സമയം എന്നോടൊത്ത് വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.